അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 8ാം ക്ലാസ്സിലെ ദുറൂസ്, ആ ദുറൂസിലെ 6ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്ത്. ഇന്നഹു ലഖുർആനുൻ കരീം. അത് ബഹുമാനമുള്ള ഖുർആനാണ്, കരീമായ ഖുർആനാണ്. അതിൻ്റെ തദ്രീബാത്ത് നമ്മൾ നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഉത്തരം എഴുതാനാണ്. നുജീബു, ആ ഖുർആൻ നിങ്ങൾ നോക്കേണ്ടത്, ഒരു കോപ്പി എടുക്കാൻ വേണ്ടി എഴുതിച്ചതാണ്. നുജീബു, ഖുർആനിനെ നിർവചിക്കുക. എന്താണ് ഖുർആൻ്റെ തഅരീഫ്, നിർവചനം എന്താണ്? അല്ലാഹു തആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചതാണ് ഖുർആൻ. 2. ഉലൂമുൽ ഖുർആൻ എന്നാൽ എന്ത്? ഉലൂമുൽ ഖുർആൻ എന്നാൽ എന്ത്? പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ക്രമം, മക്കി മദനി വിഭജനം, അവതരണ കാരണങ്ങൾ, അമാനുഷികത, റസ്മുൽ ഖുർആൻ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖ. അതാണ് ഉലൂമുൽ ഖുർആൻ എന്നാൽ ഉദ്ദേശിക്കുന്നത്. 3. തജ്വീദുൽ ഖുർആൻ എന്നാൽ എന്ത്? പാരായണ നിയമങ്ങൾ പ്രതിപാദിക്കുന്ന വിജ്ഞാന ശാഖ. ഇനി 4ാമത്തെ ചോദ്യം, പ്രശസ്ത തജ്വീദുൽ ഖുർആൻ ഗ്രന്ഥം ഏത്? ത്വയ്യിബത്തുൻ നശ്ർ ഫിൽ ഖിറാഅത്തിൽ അശ്ർ കേട്ടോ. ത്വയ്യിബത്തുൻ നശ്ർ ഫിൽ ഖിറാഅത്തിൽ അശ്ർ, ഇതാണ് പ്രശസ്തമായ തജ്വീദുൽ ഖുർആൻ ഗ്രന്ഥം. ഉലൂമുൽ ഖുർആനിൽ 2 കിതാബുകളുടെ പേരെഴുതുക. ഉലൂമുൽ ഖുർആനിലുള്ള 2 പുസ്തകത്തിൻ്റെ പേരെഴുതുക. 1 അൽ ബുർഹാനു ഫി ഉലൂമിൽ ഖുർആൻ, 2 അൽ ഇത്ഖാനു ഫി ഉലൂമിൽ ഖുർആൻ. ഇനി അടുത്തത് 6ാമത്തെ ചോദ്യം, തഫ്സീറുൽ ഖുർആൻ എന്നാൽ എന്ത്? തഫ്സീറുൽ ഖുർആൻ എന്നാൽ എന്ത്? വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന ശാസ്ത്രമാണ് തഫ്സീറുൽ ഖുർആൻ. 7 അത്തഫ്സീറുൽ കബീർ രചിച്ചതാരാണ്? അത്തഫ്സീറുൽ കബീർ അൽ ഇമാം ഫഖ്റുദ്ദീനുർ റാസി റളിയല്ലാഹു അൻഹു. ഇനി ഗണ്ണിക എഴുതാനാണ്. നക്തുബു ഫിഖ്റ. ഖുർആൻ മുസ്ഹഫ് രൂപത്തിലാക്കിയ ചരിത്രം. ചുരുക്കിയായിട്ട് എഴുതുന്നത്, ഇതിലും ചുരുക്കിയാൽ എന്താ മനസ്സിലാവില്ല കേട്ടോ. 1ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് യുദ്ധങ്ങളിലും മറ്റും ധാരാളം ഖുർആൻ മനപ്പാഠമുള്ള സ്വഹാബികൾ വഫാത്തായി. അപ്പോൾ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സ്വഹാബികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയ ക്രമത്തിൽ ഖുർആൻ ക്രോഡീകരിച്ചു. ഇത് ഹിജ്റയുടെ 12ാം വർഷമാണ്. ഇതാണിപ്പോൾ ഖുർആൻ മുസ്ഹഫ് രൂപത്തിലാക്കിയ ചരിത്രം. ഇതൊരു ഖണ്ഡിക. ഈ 2ാമത്തെ ഖണ്ഡിക എന്താണ്? വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശാഖകൾ. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശാഖകൾ. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ അടിസ്ഥാന സ്രോതസ്സാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട 3 വിജ്ഞാന ശാഖകളുണ്ട്. തജ്വീദുൽ ഖിറാഅ, ഉലൂമുൽ ഖുർആൻ, തഫ്സീറുൽ ഖുർആൻ എന്നിവയാണവ. തജ്വീദുൽ ഖിറാഅ, ഉലൂമുൽ ഖുർആൻ, തഫ്സീറുൽ ഖുർആൻ എന്നിവയാണ് 3 ശാഖകൾ. തജ്വീദുൽ ഖിറാഅത്ത് എന്നാൽ പാരായണ നിയമങ്ങൾ പ്രതിപാദിക്കുന്ന വിജ്ഞാന ശാഖയാണ്. തജ്വീദുൽ ഖിറാഅ എന്ന പാരായണ നിയമങ്ങൾ പ്രതിപാദിക്കുന്ന വിജ്ഞാന ശാഖയാണ്. ഈ വിജ്ഞാന ശാഖയിലെ പ്രമുഖ ഗ്രന്ഥങ്ങളാണ് ത്വയ്യിബത്തുൻ നശ്ർ ഫിൽ ഖിറാഅത്തിൽ അശ്ർ എന്നത്. ഹിജ്റ 835 മരണപ്പെട്ടു പോയ മുഹമ്മദ് ബിൻ അൽ ജസരി ദിമിഷ്കിയാണ് ഇതിൻ്റെ രചയിതാവ്, കർത്താവ്. ഇനി പറയാം മൂന്നാമത്തെ ഖണ്ഡിക എന്താണ്?
തഫ്സീറുൽ ഖുർആൻ എന്ന വിഷയത്തിൽ ഗണ്ണിക എഴുതണം. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന ശാസ്ത്രമാണ് തഫ്സീറുൽ ഖുർആൻ. ഖുർആനിക വിജ്ഞാനങ്ങളുടെ ആശയങ്ങൾ, അവ ഉൾക്കൊള്ളുന്ന തത്വങ്ങൾ, വിധിവിലക്കുകൾ എന്നിവ തഫ്സീർ വിശദീകരിക്കുന്നു. നിരവധി തഫ്സീറുകൾ വിരചിതമായിട്ടുണ്ട്. തഫ്സീർ രചന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. കാലം മുന്നേറുന്നതനുസരിച്ച് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുന്ന പുതിയ ആശയങ്ങൾ രേഖപ്പെടുത്താൻ ഇത് ആവശ്യമാണ്. തഫ്സീർ ഇപ്പോൾ രചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഈ തഖ്സീസ് എന്താണ്? ഒരു മാസം കൊണ്ട് ഉസ്താദ് കുട്ടികളെ കൊണ്ട് ക്ലാസ് ചെയ്യിപ്പിക്കേണ്ടതാണ്. ഒരു മാസം കൊണ്ട് എല്ലാ കുട്ടികളും ഒരു തവണ ഖുർആൻ ഖത്തും ചെയ്ത് ക്ലാസ്സിൽ ഖത്തുമുൽ ഖുർആൻ പ്രാർത്ഥന സദസ്സ് സംഘടിപ്പിക്കുക. ഒരു ദിവസം നിശ്ചയിച്ച് ഇന്ന ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കുമെന്ന് തീരുമാനിക്കുക. അതുകൊണ്ട് എല്ലാവരും കേട്ടോ, ഒരു ജുസ് ഒരാൾ എല്ലാവരും 30 ജുസ് ഓതുക. ഒരു ഉസ്താദിനോട് ഇപ്പോൾ ഞങ്ങൾ ഇന്ന ദിവസം തീർത്തിട്ടുണ്ട് ഉസ്താദ് പറയുക. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് മധുരമൊക്കെ കൊടുത്തിട്ട് സന്തോഷത്തോടുകൂടി ഒരു പ്രാർത്ഥന മജ്ലിസ്, വലിയ ഫലമുള്ള മജ്ലിസാണ് നടത്തുക. 2, മാതാപിതാക്കൾ ഖുർആൻ ഖത്തം ചെയ്ത അനുഭവം ക്ലാസ്സിൽ പങ്കുവെക്കുക. നിങ്ങളെ അമ്മാനോട് പാണ്ടൊക്കെ പോയിട്ട് ഖുർആൻ ഒരു ഖത്തം തീർത്ത സംഭവങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുക? ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് ക്ലാസ്സിൽ എന്ത് ചെയ്യുക? പങ്കുവെക്കുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക്, ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക്, മശായിഖുമാർക്ക്, ഞങ്ങളുമായി ബന്ധമുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സർവ്വ കുറ്റങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. രോഗം മാറ്റണേ അല്ലാഹ്. കടമുള്ളവർക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ഓർമ്മ തരണേ അല്ലാഹ്. നല്ല ബുദ്ധിശക്തി തരണേ അല്ലാഹ്. പഠനത്തിൽ ഉത്സാഹം തരണേ അല്ലാഹ്. നല്ലവരാക്കണേ അല്ലാഹ്. ആഖിറു സമാനാണ്, ഞങ്ങളെ നീ വഴികേടിലാക്കല്ല റബ്ബേ. ഞങ്ങളെ ഉമ്മാക്കും ഉപ്പാക്കും നാടിന് ഉപകരിക്കുന്ന നല്ല മക്കളായി വളർത്തണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.